അതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കശ്മീരിൽ നിന്ന് അറസ്റ്റിലായിരിക്കുന്നു ഒരു ഡോക്ടർ കൂടി എന്ന നിർണായക വിവരം കൂടി പുറത്തു വരുന്നു. നമുക്കറിയാവുന്ന ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തറാണ്. അനന്തനാഗ് സർക്കാർ മെഡിക്കൽ കോളേജിലെ അധ്യാപകനായ ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തറാണ് ആദ്യം അറസ്റ്റിലാവുന്നത്. ഒക്ടോബർ 27 അനന്തനാഗിൽ വെച്ചാണ് ഈ അറസ്റ്റ് ഉണ്ടായിരുന്നത്. ജെയ്ഷെ അനുകൂല പോസ്റ്റർ പതിച്ചതിലാണ് ഈ നിർണായക അറസ്റ്റ് ഉണ്ടാകുന്നത്. ആശുപത്രിയിൽ നിന്ന് ഇയാൾ ജോലി ചെയ്ത ആശുപത്രിയിൽ നിന്ന് റൈഫിൾ ഉൾപ്പെടെയുള്ള മാരക വസ്തുക്കളും ആയുധങ്ങളും പിടികൂടുകയുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, അനന്തനാഗ് സർക്കാർ മെഡിക്കൽ കോളേജിലെ അധ്യാപകനായിരുന്നു ഈ വൈറ്റ് കോളർ ഭീകരനായ ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തർ. മറ്റൊരു പ്രധാനപ്പെട്ട അറസ്റ്റ് ഉണ്ടാകുന്നത് ഫരീദാബാദിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായാണ് മറ്റ് അറസ്റ്റുകൾ കൂടി ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇതിന് പിന്നാലെയാണ് ഉമർ ദില്ലിയിലേക്ക് തിരിച്ചത് എന്നുള്ളത് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കശ്മീരിൽ നിന്ന് ഒരു ഡോക്ടർ കൂടി അറസ്റ്റിലാവുകയാണ്. ഇയാൾ ഉമറിന്റെ സുഹൃത്താണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റും അത് തന്നെ വരുന്നു. ഏതായാലും സുനിൽ, ഇതിപ്പോൾ ഭീകരാക്രമണമാണ്. ജെയ്ഷെ മുഹമ്മദിന്റെ ബന്ധമുള്ള ഭീകരരിൽ ഒരാളായ ഡോക്ടർ ഉമറാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഫരീദാബാദ് ഭീകര സംഘത്തിലെ ഒരാൾ ഈ ആക്രമണം നടത്തിയെന്ന് കൂടി സ്ഥിരീകരിക്കുന്നു. ഉമർ മാത്രമാണ് ആ സമയത്ത് സ്ഫോടന സമയത്ത് കാറിലുണ്ടായിരുന്നത്. പക്ഷേ ദില്ലിയിലേക്ക് മറ്റ് 2 പേർ കൂടി ഉമറിനൊപ്പം എത്തിയിട്ടുണ്ട്. ഇവരാരൊക്കെയാണ്? ഇവരുടെ പങ്കാളിത്തം എന്താണ്? പ്രധാനപ്പെട്ട ഫരീദാബാദ് സംഘത്തിലെ പ്രധാനപ്പെട്ട മറ്റാരെങ്കിലും ആണോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. ഇവർക്കായുള്ള തിരച്ചിലും ഊർജിതമാക്കിയിരിക്കുന്നു ഇപ്പോൾ, അല്ലേ? വിനീത, തീർച്ചയായും ഇപ്പോൾ ഡൽഹി അതിർത്തിയിലാണെങ്കിലും ഡൽഹിയുടെ പല മേഖലകളിലാണെങ്കിലും ഉത്തർപ്രദേശിൽ പ്രത്യേകിച്ച് ലക്നൌ കേന്ദ്രീകരിച്ചാണെങ്കിലും വലിയ പരിശോധനകൾ നടക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ വരുന്ന റിപ്പോർട്ടുകൾ എന്നത് പോലീസ് എല്ലാ വാഹനങ്ങളും തടഞ്ഞ് പരിശോധിക്കുകയാണ്. ഈ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ അവരെവിടേക്ക് പോകുന്നു, ഡോഗ് സ്ക്വാഡ് അടക്കമുള്ളവ ഈ പരിശോധനയ്ക്കുണ്ട്. അപ്പോൾ ഏതെങ്കിലും സ്ഫോടക വസ്തുക്കൾ വെച്ചുള്ള വാഹനങ്ങൾ ഇനി ഡൽഹി കേന്ദ്രീകരിച്ച് വരുന്നുണ്ടോ എന്നതടക്കമുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് വലിയ ജാഗ്രതയോടുകൂടി എല്ലാ മേഖലകളിലും അന്വേഷണം നടക്കുകയാണ്. മാത്രമല്ല, ഡൽഹിയിലെ പ്രധാനപ്പെട്ട മാർക്കറ്റുകൾ, പ്രത്യേകിച്ച് സരോജിനി മാർക്കറ്റ്, അതുപോലെ തന്നെ ഈ പാലിക ബസാർ പോലുള്ള മേഖലകൾ, കൊനോട്ട് പ്ലേസ് പോലുള്ള മേഖലകൾ, ഇവിടെയൊക്കെ തന്നെ അതീവ ജാഗ്രത പ്രഖ്യാപിക്കുകയും അവിടെയൊക്കെ തന്നെ എല്ലാ വാഹനങ്ങളിലും ഇപ്പോൾ തെരച്ചിലും പരിശോധനയും ഒക്കെ തന്നെ തുടരുന്നൊരു സാഹചര്യം തന്നെയാണ്. ഏതായാലും ഇത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇതൊരു അമീർ മുഹമ്മദിൽ ഒതുങ്ങുന്ന ഒരു സംഭവമല്ല, ഉമർ മുഹമ്മദിൽ ഒതുങ്ങുന്ന സംഭവമല്ല. അതിനപ്പുറത്തേക്ക് വലിയ ശൃംഖലകൾ ഇവർക്കുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികളുടെ ഒരു നിഗമനം, വിലയിരുത്തൽ. അതുകൊണ്ട് ആ നിലയിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഏതായാലും വലിയൊരു സുരക്ഷാ വീഴ്ച കൂടിയാണ് ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുകൂടി നമുക്ക് എടുത്തു പറയേണ്ടി വരും. പെഹൽഗാം ഭീകരാക്രമണം ഏറ്റവും വലിയൊരു സുരക്ഷാ വീഴ്ചയായിരുന്നു. കാരണം അന്വേഷണ ഏജൻസികളുടെ കണ്ണുവെട്ടിച്ച് പാക് ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുകയും പെഹൽഗാമിലെത്തി സാധാരണ മനുഷ്യരെ കൊലപ്പെടുത്തുകയുമായിരുന്നു. ഏതായാലും അതിനുശേഷം ഇപ്പോൾ ഡൽഹി വരെ എത്തിയിരിക്കുന്നു ഭീകരർ എന്നുള്ളത് അതീവ ഗൗരവമുള്ള സാഹചര്യം തന്നെയാണ്. അപ്പോൾ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ പോലീസാണ് ഡൽഹിയിൽ സുരക്ഷയൊരുക്കുന്നത്. വലിയ സൈനിക സുരക്ഷാ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ചെങ്കോട്ട പ്രദേശമൊക്കെ തന്നെ അതീവ സുരക്ഷാ മേഖലയാണ്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രദേശമാണ്. 10,000-കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ തന്നെ ഒരാൾക്ക് സാധാരണ നിലയിൽ കടന്നു പോകണമെങ്കിൽ നമ്മുടെ ഒരുപാട് പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് കടന്നു പോകാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രദേശത്താണ് ഇതുപോലെ ഒരു സ്ഫോടനം നടന്നിരിക്കുന്നത്. സാധാരണ ഈ ചെങ്കോട്ട പരിസരത്തേക്കൊക്കെ വരുന്ന വാഹനങ്ങൾ ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുകയും അന്യസംസ്ഥാന വാഹനങ്ങളാണെങ്കിൽ അതൊക്കെ തന്നെ പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മളൊക്കെ തന്നെ ഇവിടുത്തെ റോഡുകളിൽ സഞ്ചരിക്കുമ്പോൾ എല്ലായിടത്തും കാണുന്നത് ഡൽഹി രജിസ്ട്രേഷൻ അല്ലാത്ത ഏത് വാഹനം വന്നാലും പോലീസ് അത് തടയും. ആരാണ് വണ്ടി ഓടിക്കുന്നതെന്ന് പരിശോധിക്കും, ആ വണ്ടിക്കകത്ത് എന്താണുള്ളതെന്ന് പരിശോധിക്കും. അതിവിടുത്തെ ഒരു പതിവ് ഒരു പരിശോധനയാണ്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെ ചെങ്കോട്ടയ്ക്ക് മുമ്പിലേക്ക് ഈ വാഹനം എത്തി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഈ വാഹനത്തിന്റെ റൂട്ട് മാപ്പൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. NIA അടക്കമുള്ള ഏജൻസികൾ അന്വേഷണത്തിൽ ഇപ്പോൾ പങ്കുചേർന്നിട്ടുണ്ട്. ഇതിന്റെ അന്വേഷണം പൂർണ്ണമായി ഒരുപക്ഷെ അടുത്ത നിമിഷങ്ങളിൽ തന്നെ NIA ഏറ്റെടുക്കുകയും ചെയ്യും. ശരി, ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഗ്രൗണ്ട് സീറോയിൽ നിന്നും PR സുനിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന ഏറ്റവും നിർണായകമായ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഉമർ മുഹമ്മദിന്റെ സുഹൃത്ത് അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ആ വൈറ്റ് കോളർ ഭീകരരെ ഒരിക്കൽ കൂടി നോക്കിയാൽ ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തറാണ്. ഒക്ടോബർ 27 അനന്തനാഗ് സർക്കാർ മെഡിക്കൽ കോളേജിലെ അധ്യാപകനാണ് ആദ്യം പിടിയിലാകുന്നത്. ജെയ്ഷെ അനുകൂല പോസ്റ്റർ പങ്കുവെച്ചതിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇയാളുടെ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ മാരകായുധങ്ങൾ, റൈഫിളൊക്കെ തന്നെയും പിടികൂടിയിട്ടുണ്ട്. ഇതാണ് അന്ന് പിടിയിലായവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരരിൽ ഒരാളായ ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തർ. അനന്തനാഗ് സർക്കാർ മെഡിക്കൽ കോളേജിലെ അധ്യാപകനാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറസ്റ്റ് എന്ന് പറയുന്നത് ഫരീദാബാദ് സംഘവുമായി ബന്ധപ്പെട്ടാണ്. ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ നവംബർ 9
ഈ രണ്ടാമത്തെ അറസ്റ്റ് ഉണ്ടാകുന്നത്. അതായത് 2 ദിവസം മുൻപ് ഫരീദാബാദിൽ നിന്നാണ് ഡോക്ടർ മുഹമ്മദ് ഷക്കീൽ അറസ്റ്റിലാകുന്നത്. വൻതോതിലുള്ള സ്ഫോടക ശേഖരം ഇയാളുടെ പക്കൽ നിന്നും പിടികൂടുകയും ചെയ്തിരുന്നു. നവംബർ 9-നാണ് രണ്ടാമത്തെ അറസ്റ്റ് ഉണ്ടാകുന്നത്. മറ്റൊരു നിർണായക അറസ്റ്റ് ഫരീദാബാദ് സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഉണ്ടായത്. ഡോക്ടർ ഷഹീൻ ഷാഹിദ് അൽഫല ആശുപത്രിയിലെ വനിതാ ഡോക്ടറാണ് ഡോക്ടർ ഷഹീൻ ഷാഹിദ്. ഈ നവംബർ 9-ന് തന്നെയാണ് ഈ മൂന്നാമത്തെയും അറസ്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ അൽഫല സർവകലാശാല ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തുന്നു. ഡോക്ടർ ഷഹീൻ ഷാഹിദ് ഡോക്ടർ മുസമ്മിലുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നയാളാണ്. ചാവേറായി വരെ പ്രവർത്തിക്കാൻ കഴിവുള്ളയാളാണ്. ജെയ്ഷയുടെ വനിതാ വിങ്ങിന്റെ പ്രധാനിയായിരുന്നു ഡോക്ടർ ഷഹീൻ ഷാഹിദ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തത് ഡോക്ടർ ഉമർ മുഹമ്മദ് ആണ്. ഉമറാണ് ഈ പുൽവാമ സ്വദേശിയായ ഡോക്ടർ ഉമറാണ് ഇപ്പോൾ ദില്ലി സ്ഫോടനം ആസൂത്രണം ചെയ്ത പ്രധാനി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ദില്ലി സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ഡോക്ടർ മുഹമ്മദ് ഷക്കീലിന്റെ കൂട്ടാളികളിൽ മുസമ്മിൽ ഷക്കീലിന്റെ കൂട്ടാളികളിൽ പ്രധാനിയുമാണ്. ഫരീദാബാദ് അറസ്റ്റിന് പിന്നാലെ ഇയാളെ പോലീസ് തിരയുന്നതിനിടയിലാണ് ചെങ്കോട്ടയിൽ ഒറ്റയ്ക്കെത്തി സ്ഫോടനം നടത്തിയതെന്നുള്ള ഏറ്റവും നിർണായകമായ വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. ഇപ്പോൾ ഇതാ ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ സുഹൃത്തിനെ പുൽവാമയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സജാദ് അഹമ്മദ് എന്നാണ് പേര്. അൽഫല സർവകലാശാല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നതെന്നും മനസ്സിലാക്കുന്നു. അവിടെയുള്ള വിവരങ്ങൾ കൂടി പോലീസ് അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. എൻഐഎയും അന്വേഷണം ഏറ്റെടുക്കുന്നെന്നാണ്. ദില്ലി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഏതായാലും നിർണായക നീക്കങ്ങൾ യോഗങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ ഉന്നതതല യോഗം ചേർന്നു. എൻഐഎ ഡയറക്ടറും IB ചീഫും ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. നാളെ വൈകിട്ട് 5:30 ക്യാബിനറ്റ് സുരക്ഷാ സമിതി യോഗം ചേരും. ഫരീദാബാദിൽ വ്യാപക റെയ്ഡും നടത്തുന്നുണ്ട്. ഏറ്റവും നിർണായകം ഈ ഫരീദാബാദ് ഭീകര സംഘത്തിന്റെ റോൾ തന്നെയാണ്. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതാണ്: ഇവർ തന്നെയാണ് ഈ സ്ഫോടനം ആസൂത്രണം ചെയ്തത്, അതോ ഡോക്ടർ ഉമർ ഒറ്റയ്ക്കാണോ? ഈ ഗൂഢാലോചനയിൽ ഈ ഫരീദാബാദ് സംഘത്തിന്റെ റോൾ എന്താണ്? ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ ഇവർക്ക് എങ്ങനെയാണ് സൂക്ഷിക്കാൻ കഴിഞ്ഞത് എന്നുള്ള അടുത്ത ചോദ്യമുണ്ട്. ഫരീദാബാദ് സംഘം മറ്റെവിടെയെങ്കിലും സ്ഫോടനം ആസൂത്രണം ചെയ്തിരുന്നോ എന്നതുകൂടി അറിയേണ്ടതുണ്ട്. ഫരീദാബാദിൽ നിന്ന് പിടിയിലായതിന് പിന്നാലെ 2 ഡോക്ടർമാർ പിടിയിലായതിന് പിന്നാലെയാണ് ഉമർ ദില്ലിയിലെത്തിയതും സ്ഫോടനം നടത്തിയതും. അതായത് പല പദ്ധതികളിൽ ഒന്നാണോ നടപ്പാക്കിയത് എന്ന ചോദ്യവും ബാക്കിയാണ്. മറ്റെവിടെയെങ്കിലും സ്ഫോടനം ആസൂത്രണം ചെയ്തിരുന്നോ സംഘം എന്നുകൂടി അറിയണം. 2 ചാവേറുകൾ അല്ലെങ്കിൽ 2 ഉമറിനൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ഉമറിനൊപ്പം ഉണ്ടായിരുന്ന 2 പേർ മിസ്സിംഗ് ആണ്. ആ 2 പേർക്കും ഭീകരബന്ധമുള്ളവരാണ് എന്ന് തന്നെയാണ് നിഗമനം. അവർ ദില്ലിയിൽ തന്നെ ഉണ്ട് എന്ന് കരുതുന്നു. കാരണം ഈ കാറിൽ ദില്ലി അതിർത്തി വരെ ഇവർ ഡോക്ടർ ഉമറിനൊപ്പം ഉണ്ടായിരുന്നു. സ്ഫോടന സമയത്ത് ഉമർ മാത്രമാണ് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നതെങ്കിൽ പോലും ഇവർ 2 പേരും ദില്ലിയിൽ തന്നെയുണ്ട് എന്നത് തന്നെയാണ് നിഗമനം. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നു. ഫരീദാബാദിലും വ്യാപക റെയ്ഡ് നടത്തുന്നുണ്ട്. അതായത് ഈ സംഘത്തെ സഹായിച്ചവർ സ്ഫോടക വസ്തു ശേഖരങ്ങൾ കൂടുതൽ സൂക്ഷിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയണം. ഒപ്പം അൽഫല സർവകലാശാല കേന്ദ്രീകരിച്ചുകൊണ്ടുകൂടി അന്വേഷണം നടത്തുകയാണ്. കാരണം കൂടുതൽ വൈറ്റ് കോളർ ഭീകരർക്ക് ഇതിൽ ബന്ധമുണ്ടോ എന്നതുകൂടി അറിയണം. ഏതായാലും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നാളെ ക്യാബിനറ്റ് സുരക്ഷാ സമിതി യോഗം ചേരുകയാണ്. അത്ര നിസ്സാരമല്ല. രാജ്യ തലസ്ഥാനത്തുണ്ടായിട്ടുള്ള ഈ വലിയ സുരക്ഷാ വീഴ്ച തന്ത്രപ്രധാനമായ ചെങ്കോട്ടയ്ക്ക് തൊട്ടു മുന്നിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അതും നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേര് വൈറ്റ് കോളർ ഭീകരർ എന്ന വാക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ സംഘം ഗൂഢാലോചന നടത്തി ആക്രമണം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ തുടങ്ങിയതുൾപ്പെടെ ഇതിന്റെ ഗൂഢാലോചന ഉൾപ്പെടെ പുറത്തു വരേണ്ടതുണ്ട്. ഏത് രീതിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾ? അന്താരാഷ്ട്ര ഭീകര സംഘടനയുമായി ഇവർക്കുള്ള ബന്ധം എന്താണ് എന്ന് അന്വേഷിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത് സംബന്ധിച്ച് പല സൂചനകളുമുണ്ടെങ്കിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ലോക് നായക് ഹോസ്പിറ്റലിലാണ്. ഇവിടെയാണ് മരിച്ചവരുടെ ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ എത്തിച്ചിരുന്നത്. ഇപ്പോഴും മൃതദേഹങ്ങൾ ഇവിടെയുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ മരിച്ചതിൽ ആരാണ് എന്നത് ഇപ്പോഴും നമ്മൾ പല രൂപത്തിലുള്ള സ്ഥിരീകരണങ്ങൾ വരുന്നുണ്ടെങ്കിലും DNA-യിലൂടെ മരിച്ചത് ഡോക്ടർ ഉമർ തന്നെയാണെന്ന സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഈ പറയുന്നതും ഈ നമ്മളിപ്പോൾ പറഞ്ഞ പല സംശയങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. ഏതായാലും ഇനി 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്. 2 ഭീകരർ ഇപ്പോഴും ഡൽഹിയിലുണ്ട് എന്ന കാര്യം
ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞു. ഇത് ഒന്ന്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഏത് ഭീകര സംഘടനയുമായാണ് ഇവർക്ക് ബന്ധമെന്ന കാര്യം സ്ഥിരീകരിക്കണം. ഇത് സംബന്ധിച്ചുള്ള നിർണായകമായ ചർച്ചകളാണ് ദില്ലിയിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ 1.5 മണിക്കൂറോളമാണ് ദില്ലിയിൽ അമിത്ഷായുടെ വസതിയിൽ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്നത്. ഇന്റലിജൻസ് ബ്യൂറോ മേധാവി, NIA മേധാവി, റോ മേധാവി അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന സ്ഥാനങ്ങളിലുള്ള ഉദ്യോഗസ്ഥരാണ് യോഗം ചേർന്നത്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഉണ്ടായിരുന്നു. ഇതിനൊപ്പം ജമ്മു കശ്മീരിലെ DGP ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ജമ്മു കശ്മീർ പോലീസ് ഈ അന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിനൊപ്പം ഏതെങ്കിലും രൂപത്തിലുള്ള ഇതിന്റെ ബാക്കി പത്രങ്ങളായി ഈ ഡൽഹിയിലോ UPയിലോ ഫരീദാബാദിലോ ഏതെങ്കിലും മേഖലകളിൽ ആളുകളുണ്ടോ എന്ന തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. ലക്നൌവിൽ ഒരു ഡോക്ടറെ കേന്ദ്രീകരിച്ചുള്ള പല മേഖലകളിൽ റെയ്ഡ് നടക്കുന്നുണ്ട് എന്ന വാർത്ത ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പല മേഖലകളിൽ ഇപ്പോഴും റെയ്ഡ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ദരിയാഗഞ്ചിലെ ഹോട്ടലുകളിൽ റെയ്ഡ് നടത്തി 4 പേരെ പിടികൂടി എന്നുള്ളതാണ് ഒരല്പം മുൻപ് വന്ന വാർത്ത. ഈ രൂപത്തിൽ പരിശോധനകൾ, തെരച്ചിൽ തുടരുന്നുണ്ട്. ഒരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തണം. അമിത്ഷാ തന്നെ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്ന റിപ്പോർട്ടുകളാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വിനീത, നാളെ ക്യാബിനറ്റ് സുരക്ഷാ സമിതി യോഗം ചേരുകയാണ്. അത്രയ്ക്കും നിർണായകമായ സാഹചര്യമാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് എന്നത് വ്യക്തമായിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരിച്ച് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഭൂട്ടാനുള്ള പ്രധാനമന്ത്രി നാളെ 5:30ക്കാണ് ക്യാബിനറ്റ് സെക്യൂരിറ്റി കമ്മിറ്റിയുടെ യോഗം ചേരുന്നത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ മുതിർന്ന ക്യാബിനറ്റ് മന്ത്രിമാരാണ്